إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وجاءت سكرة الموت بالحق وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. വിദേശത്തേക്ക് യാത്ര പോകുന്ന ഒരാൾ മണിക്കൂറുകൾ യാത്ര ചെയ്ത് അയാൾ എയർപോർട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് തൻ്റെ പാസ്പോർട്ട് എടുത്തിട്ടില്ല എന്ന് അയാൾ അറിയുന്നത്. എത്ര വേഗത്തിൽ അയാൾ തിരിച്ചു പോയാലും അയാൾ ലക്ഷ്യമാക്കിയ ഫ്ലൈറ്റ് അയാൾക്ക് ലഭിക്കുകയില്ല. അയാൾ എത്രമാത്രം അസ്വസ്ഥനായിരിക്കും. മറ്റൊരാൾ യാത്രക്കാവശ്യമായ എല്ലാ രേഖകളും നേരത്തെ തന്നെ എടുത്തു വച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാത്രക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഇതേ രൂപത്തിലാണ് നമ്മുടെ ജീവിതവും. മരണത്തിനു മുമ്പ് എല്ലാം നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മരണസമയത്ത് ഒരിക്കലും ഒരു തിരിച്ചുപോക്കിന് നമുക്ക് സാധ്യമല്ല. ഇഹലോകത്ത് ജീവിച്ച, ഇഹലോകത്ത് ജനിച്ചു വീണ ഓരോ മനുഷ്യനും മരണം ഒരു ദിനം മരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മരണമെന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ലോകത്ത് ഏതെല്ലാം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാവരും യോജിക്കുന്ന ഒരേ ഒരു യാഥാർത്ഥ്യം എന്നത് അത് മരണമാണ്. മരണമില്ല എന്ന് ആരും വാദിക്കുന്നില്ല. ആ മരണത്തിന് തന്റെ പ്രായമോ ആരോഗ്യമോ ഒന്നും തടസ്സമല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ കവികൾ പറഞ്ഞത്, ഫകം സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹർ. എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര ആരോഗ്യവാന്മാരാണ് ഒരു രോഗവും ബാധിക്കാതെ അല്ലെങ്കിൽ ഒരു അസുഖവുമില്ലാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അസുഖവുമില്ലാത്ത എത്രയെത്ര ആരോഗ്യവാന്മാരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര രോഗികളാണ് കാലങ്ങളോളം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത്. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. മാത്രവുമല്ല, നമ്മുടെ എല്ലാവരുടെയും മരണതീയതി അത് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. നമ്മളെന്ന് മരിക്കുമെന്നത് റബ്ബ് നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്. എല്ലാ നഫ്സും മരണത്തെ അനുഭവിക്കും, ആസ്വദിക്കും. ആ മരണത്തിൽ നിന്നും ഓടിയൊളിക്കാൻ എവിടെയും പോയി രക്ഷപ്പെടാൻ കഴിയില്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണ് നിങ്ങളെങ്കിലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. മനുഷ്യർ ഇന്ന് കോടികൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് തന്റെ ജീവിതത്തിലെ മുഴുവൻ സമയവും അവൻ അധ്വാനിച്ച സമ്പാദ്യം അവൻ ചെലവഴിക്കുന്നത് ഒന്ന് ആയുസ് നീട്ടിക്കിട്ടാൻ, അല്പം
അല്പമെങ്കിലും സെക്കൻഡുകൾ, മിനിറ്റുകൾ ഒന്ന് നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ച് അവന്റെ സമ്പത്ത് മുഴുവനും അവൻ ചെലവഴിക്കുന്നുവെങ്കിൽ അവനോടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്ന ആ മരണം അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് ആ യാഥാർത്ഥ്യത്തെ പരിശുദ്ധ ഖുർആൻ ഒന്നുകൂടി നമ്മളോട് ഊതി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വരുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഈ മരണത്തെക്കുറിച്ച് നമ്മൾ എത്ര ബോധവാന്മാരാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നമ്മളോട് പറയുകയാണ്, ലൗ അന്നൽ ബഹായിമ തഅഖിലു മിനൽ മൗതി മാ തഅഖിലൂന മാ അകൽതും മിൻഹാ സമീനൻ. മരണത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ കന്നുകാലികൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തടിച്ച ഒന്നിനെപ്പോലും അവയിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ലഭിക്കുമായിരുന്നില്ല എന്ന്. നമ്മുടെ മരണം അതെപ്പോഴാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എല്ലാം പൂർത്തിയായ ശേഷം നമുക്ക് മരിക്കാം എന്ന് തീരുമാനിക്കാൻ ആർക്കും സാധ്യമല്ല. എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ മകളുടെ വിവാഹം നടത്താനുണ്ട്, അതല്ലെങ്കിൽ എൻ്റെ മക്കളുടെ പഠനം പൂർത്തിയായിട്ടില്ല. ഇതൊന്നും നമ്മുടെ മരണത്തിന് തടസ്സമല്ല എന്നത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മരണം എപ്പോഴാണ്, എവിടെ വെച്ചായിരിക്കും എന്നത്? അത് ഒരാൾക്കും നിർണിതമല്ല. പരിശുദ്ധ ഖുർആൻ ആ യാഥാർത്ഥ്യത്തെ നമ്മളോട് വിളിച്ചു പറഞ്ഞു തന്നത്, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഭൂമിയിൽ എവിടെ വെച്ചാണ് നീ മരിക്കുക എന്നത് ഒരാൾക്കും അറിയില്ല എന്നത്. പക്ഷേ കൃത്യമായും നമ്മുടെ മരണ സ്ഥലവും മരണ തീയതിയും ഒക്കെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ആ മരണ സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർളിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ ഇന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുത്തണമെന്ന് അല്ലാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് അവിടേക്കൊരു ആവശ്യത്തെ ഉണ്ടാക്കി കൊടുക്കും. ആ ആവശ്യത്തിന് വേണ്ടി അവൻ അവിടെ എത്തുമ്പോൾ കൃത്യസമയത്ത് അവന്റെ മരണം സംഭവിക്കുമെന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അൻതലാ തസ്അൽ മതാ തമൂത് വലാ അയ്ന തമൂത്. നീ ചോദിക്കേണ്ടതില്ല നീ എപ്പോഴാണ് മരിക്കുക, നീ എവിടെ വെച്ചാണ് മരിക്കുക എന്ന് നീ ചോദിക്കേണ്ടതില്ല. ലിഅന്ന ഹാദാ അംറുൻ ലാ യഹ്താജ്. കാരണം അങ്ങനെ ചോദിക്കേണ്ടതില്ല, ആവശ്യകതയില്ല. മറിച്ച് ഈ വിഷയം അംറുൻ മഫ്റൂഉൻ മിൻഹു വലാ ബുദ്ദ അൻ യകൂൻ, അത് സുനിശ്ചിതമായ കാര്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിനൊരിക്കലും യുവാവാണ് അല്ലെങ്കിൽ ആരോഗ്യമുണ്ട് എന്നുള്ളതൊന്നും അതിന് തടസ്സമല്ല. എത്ര യുവാക്കളാണ് പ്രഭാതത്തെ ചിരിച്ചുകൊണ്ട് തമാശയായി വൈകുന്നേരത്തെയും പ്രഭാതത്തെയും ചിരിയും തമാശയും കോമഡിയുമായി ജീവിതം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വെറും തമാശയിലാണ്, ചിരിയിലാണ്, കളിയിലാണ്, തമാശയിലാണ്. പക്ഷേ അവൻ മനസ്സിലാക്കുന്നില്ല, അവൻ അറിയുന്നില്ല അവന്റെ കഫൻ പുടവ നെയ്തെടുക്കപ്പെട്ട് കഴിഞ്ഞതാണ് എന്നത് അവൻ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. ഇതിൽ നിന്ന്, ഈ മരണത്തിൽ നിന്ന് ആർക്കും തന്നെ രക്ഷയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് പോലും പറയുകയാണ്, യാ മുഹമ്മദ് ഇശ് മാ ശിഅത ഫഇന്നക മയ്യിതുൻ. മുഹമ്മദ്, താങ്കൾ ജീവിക്കുക, താങ്കൾ ഉദ്ദേശിക്കുന്നത്ര ജീവിക്കുക, പക്ഷേ ഫഇന്നക മയ്യിതുൻ, താങ്കൾ മരിക്കും. പരിശുദ്ധ ഖുർആനിലെ വചനമാണ്, ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ. താങ്കളും മരിക്കും, അവരും മരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയാം, നബിയേ നിങ്ങൾ മരിക്കും. ശാശ്വതത്വം എന്നത് ഇവിടെ നൽകപ്പെട്ടിരുന്നുവെങ്കിൽ ഇത് പ്രവാചകന് നൽകപ്പെടേണ്ടിയിരുന്നു. പക്ഷേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ ലോകത്ത് നിന്ന് വിട വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്കാ സഹോദരങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷയുള്ളത്? മാത്രവുമല്ല, ആ മരണത്തെക്കുറിച്ച്, മരണ സന്ദർഭത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നൽ മൗത ഫസഉൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഇന്നൽ മൗത ഫസഉൻ.
മരണമെന്നത് ഭീതിജനകമാണ്. ആ മരണത്തെ അനുഭവിച്ച പ്രവാചകൻ, വഹിയുള്ള പ്രവാചകൻ നമ്മളോട് പറയാണ്, ഇന്നൽ മൗത ഫസഉൻ, മരണമെന്നത് ഭീതിജനകമാണ്. ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണം ഏറെ പ്രയാസമുള്ള വിഷയമാണ്, ഏറെ പ്രയാസകരമാണ് മരണം. ആ മരണവേള ഒരു മുസീബത്താണ്. അത് സ്വാലിഹീങ്ങളെ വേട്ടയാടും. എന്തിന്? സ്വാലിഹീങ്ങൾക്ക് അള്ളാഹുവിന്റെ ദറജ ഉയരുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ അടുക്കലുള്ള അവരുടെ ദറജ ഉയരുന്നതിന് വേണ്ടി, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടി അതവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ആ മുസീബത്ത് ഉണ്ടായിട്ടുണ്ട്. ആ മുസീബത്ത് നബിമാരെയും ബാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്, ഇദാ മുസീബ അഹദുക്കും ബി മുസീബ, നിങ്ങൾക്ക് വല്ല മുസീബത്തും ബാധിച്ചു കഴിഞ്ഞാൽ ഫൽയദ്കുർ മുസീബതഹു ബി, അവൻ എനിക്ക് സംഭവിച്ച മുസീബത്തിനെ ഓർക്കട്ടെ. അത്രത്തോളം വലിയ മുസീബത്ത് ഈ ഭൂമുഖത്തുണ്ടായിട്ടില്ല. പ്രവാചകന്റെ മരണത്തെക്കാൾ വലിയൊരു മുസീബത്ത് ഈ ഭൂമുഖത്ത് മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ അഇന്നി ഫീ ഗമറാത്തിൽ മൗത്ത്, അല്ലാഹുവേ എന്നെ സഹായിക്കണേ ആ മരണവെപ്രാളത്തിൽ, ആ മരണ സന്ദർഭത്തിൽ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ എന്ന്. അപ്പൊ സക്രത്തുൽ മൗത്ത്, മരണം ആസന്നമാകുമ്പോഴുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും മരണത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സക്രത്തിന്റെ ഹാൽ, അത് കഴിഞ്ഞാൽ മലക്കുകളുടെ ആഗമനമാണ്. ആ മരണപ്പെടുന്ന വ്യക്തി സൽവൃത്തനാണെങ്കിൽ അല്ലാ തഖാഫു വലാ തഹസനു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗം കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞ് മലക്കുകൾ സുവിശേഷവുമായി മരണ സന്ദർഭത്തിൽ സൽവൃത്തരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി വരുമെങ്കിൽ അങ്ങനെ കടന്നു വന്ന് ആ ശരീരത്തോട് അവിടെ ആ റൂഹിനെ ചോദിക്കും, ആത്മാവിനെ ചോദിക്കും. വിശ്വാസിയുടെ ആത്മാവ് പൂജയിൽ നിന്ന് വെള്ളം വിറ്റി വീഴുന്നത് പോലെ വളരെ സുഖദായകമായി ആ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുമെങ്കിൽ അവിശ്വാസിയുടെ അത് ചിന്നിച്ചിതറി ഒളിക്കുകയാണ്. നനഞ്ഞ പഞ്ഞിയിൽ ഇരുമ്പിന്റെ കൊളുത്തിട്ട് വലിച്ചെടുക്കുന്നത് പോലെ ആത്മാവിന്, അവിശ്വാസിയുടെ കാഫിറിന്റെ ആത്മാവിനെ വലിച്ചോരിയെടുക്കും. അപ്പൊ സക്രത്തുൽ മൗത്ത് എന്നത് എല്ലാവർക്കും ഉണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം ആസന്നമായ സന്ദർഭം, അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ പ്രയാസത്തിലായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ആ രംഗം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന്റെ ആ രംഗം ഞാൻ കണ്ടതിന് ശേഷം ഒരാളുടെ മരണവും എളുപ്പമാണ് എന്ന് ഞാൻ വിധിച്ചിട്ടില്ല, ഒരാളുടെ മരണവും എളുപ്പമാണ് എന്ന് ഞാൻ വിധിച്ചിട്ടില്ല എന്ന്. അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. സക്രത്തുൽ മൗത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സന്ദർഭത്തിൽ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉപ്പയുടെ രോഗം കാണാൻ വേണ്ടി വരികയാണ്. ആ രംഗം കണ്ട രംഗം ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഹാത്തിമുത്തായിയുടെ കവിത അവർ ആലപിക്കുകയാണ്. ലഅംറുക മാ യുഗ്നി സറാഉ അനിൽ ഫതാ ഇദാ ഹശറജത് യൗമൻ വദാഖ ബിഹാ സദർ, ഒരു യുവാവിന് അയാളുടെ സമ്പത്ത് ഒരിക്കലും ഉപകരിക്കുകയില്ല, നെഞ്ചിടുങ്ങി ശ്വാസം മുട്ടി മരണാസന്നനായി കഴിഞ്ഞാൽ ഒരാൾക്കും അയാളുടെ സമ്പത്ത് ഫലപ്പെടുകയില്ല എന്ന ഹാത്തിമുത്തായിയുടെ കവിത നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പാടിയ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറയുകയാണ്, മോളെ നീ ഇപ്പോൾ പറയേണ്ടത് വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്, നിങ്ങൾ ഒളിച്ചു മാറിക്കൊണ്ടിരിക്കുന്ന മരണം. വജാഅത് സക്രത്തുൽ മൗത്ത്, ആ മരണത്തിന്റെ മൗത്തിന്റെ സക്രത്ത് വന്നു കഴിഞ്ഞാൽ ബിൽ ഹഖ്, ഹഖുമായി വന്നാൽ, ഹഖീഖത്തുൽ മൗത്ത് മരണമെന്ന യാഥാർത്ഥ്യവുമായി വന്നാൽ, പുനർജീവിതമെന്ന ബഅസ് എന്ന പുനരുദ്ധാരണ യാഥാർത്ഥ്യവുമായിട്ട് അവ വന്നു കഴിഞ്ഞാൽ എന്ന ആയത്ത്, അതാണ് മോളെ പാരായണം ചെയ്യേണ്ടത് എന്ന്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ ഉണർത്തുകയാണ്. അപ്പൊ മരണമെന്നാൽ ശരീരത്തെ ആക്റ്റീവാക്കിയ ആത്മാവിനെ തിരിച്ചുവാങ്ങലാണ്, ശരീരത്തിൽ നിന്ന് തിരിച്ചുവാങ്ങലാണ് മരണം. അത് വിശ്വാസിയുടെ അടുക്കലേക്കാകുമ്പോൾ ആ ആത്മാവിനെ ഏറ്റുവാങ്ങാൻ വേണ്ടി വരുന്നത് മലക്കുകളാണ്. അത് വിശ്വാസികളുടെ അടുക്കലേക്കാകുമ്പോൾ പുഞ്ചിരി തൂക്കി സന്തോഷത്തോടു കൂടി കടന്നു വരുമെങ്കിൽ അവിശ്വാസിയുടെ അടുക്കലേക്ക് ഭീതിപ്പെടുത്തുന്ന രൂപത്തിൽ ശാപം ചൊരിഞ്ഞുകൊണ്ടും നാശം പറഞ്ഞുകൊണ്ടുമായിരിക്കും അവരുടെ അടുക്കലേക്ക് അത് കടന്നു വരിക. പരലോകം നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. എന്നാൽ ഈ ഒരു സക്രത്ത് മുതൽ, മൗത്തിന്റെ സക്രത്ത് അവർക്ക് വന്നെത്തുന്നത് മുതൽ ഈ യാഥാർത്ഥ്യത്തെ അവർക്ക് ബോധ്യപ്പെടും. ദുനിയാവിൽ ആഖിറത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് മൗത്ത് എന്നത്, മരണമെന്നത്. ആ മരണത്തിന്റെ സക്രത്തിലാകുമ്പോൾ തന്നെ ഹക്കുമായാണ് മൗത്ത് കടന്നു വരുന്നത്. നിഷേധിച്ച ആളുകൾക്ക് ആ നിമിഷം മുതൽ ആ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെട്ടു തുടങ്ങും. അപ്പോൾ മനുഷ്യൻ ആത്മീയ ലോകത്തെ കാണുകയാണ്. വിചാരണയും സ്വർഗവും നരകവും അവനെ ബോധ്യപ്പെടുകയാണ്. അതെ, നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ആ മൗത്ത്, ആ യാഥാർത്ഥ്യം, അതാണത് എന്ന്. സക്രത്തിന്റെ ഹാലിൽ കൃത്യമായി ഹക്ക് അവർക്ക് ബോധ്യപ്പെടും. ഖലീഫ ഹാറൂൺ റഷീദ് അദ്ദേഹം സുന്ദരമായ നല്ല ഒരു കൊട്ടാരം പണിതു. ഗംഭീരമായ നിർമ്മാണമായിരുന്നു ആ കൊട്ടാരത്തിൻ്റെത്. കൊട്ടാരം ഉണ്ടാക്കിയ ശേഷം അന്നത്തെ പ്രസിദ്ധനായ കവി അബുൽ അത്താഹിയയോട് ആ കൊട്ടാരത്തെ വർണ്ണിച്ചുകൊണ്ട് കവിത പാടാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അബുൽ അത്താഹിയ ഹാറൂൺ റഷീദിന്റെ മുന്നിൽ കവിത പാടുകയാണ്. അദ്ദേഹം പാടിയത് ഇഷ്മാ ബദാലക സാലിമൻ ഫീ ദില്ലി ഷാഹിഖത്തിൽ ഖുസൂർ. ഈ കൊട്ടാര പ്രൗഢിയിൽ സുരക്ഷിതനായി താങ്കൾക്ക് ജീവിക്കാം. യഅ്തീക മസ്തഹൈത ബിർറബാഹി വൽ ബുകൂർ. താങ്കൾക്ക് ഇഷ്ടമുള്ളത് താങ്കളുടെ അടുക്കലേക്ക് വന്നെത്തും. ബിർറബാഹി വൽ ബുകൂർ, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത് താങ്കളുടെ അടുക്കലേക്ക് ഈ കൊട്ടാര പ്രൗഢിയിൽ താങ്കൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ താങ്കളിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കും. എന്നാൽ താങ്കളുടെ ആത്മാവ് തൊണ്ടക്കുടിയിലെത്തിക്കഴിഞ്ഞാൽ, നെഞ്ചിൽ ശ്വാസം കെട്ടി ഇടുങ്ങുന്ന ആ സമയത്ത് താങ്കൾക്ക് അപ്പൊ താങ്കൾക്ക് മനസ്സിലാകും ഈ കൊട്ടാര പ്രൗഢിയിലുള്ള താങ്കളുടെ ജീവിതം അത് താങ്കൾ വഞ്ചനയിൽ അകപ്പെട്ടതായിരുന്നുവെന്ന്, ചതിയിൽ അകപ്പെട്ടതായിരുന്നുവെന്ന് അപ്പോഴായിരിക്കും താങ്കൾക്ക് ബോധ്യപ്പെടുക എന്ന ആ കവിത അബുൽ അത്താഹിയ ഹാറൂൺ റഷീദിന്റെ മുന്നിൽ ആലപിച്ചപ്പോ ഈ 4 വരി കേട്ട ഹാറൂൺ റഷീദ് ബോധം പോയി വീണു. ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് വീഴുകയാണ്. അത്ര അർത്ഥഗർഭമായ രീതിയിലായിരുന്നു അബുൽ അത്താഹിയ ആ കവിത അദ്ദേഹത്തിന്റെ മുന്നിൽ ആലപിച്ചത്. ഏതൊരു മനുഷ്യനും മരണാസന്നനായാൽ അത് കൃത്യമായി യാഥാർത്ഥ്യത്തെ കൃത്യമായി ബോധ്യപ്പെടും. ചില ഖുലഫാക്കളെ കുറിച്ച് കേൾക്കാം. ഖലീഫ മഅ്മൂനെ പോലെയുള്ളവർ മരണാസന്നനായ സന്ദർഭത്തിൽ കട്ടിലിൽ നിന്ന് മണ്ണിലിറക്കി കിടത്താൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് മണ്ണിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, യാ മൻ ലാ യസൂലു മുൽകുഹു, ആധിപത്യം ഒരിക്കലും നീങ്ങിപ്പോകാത്തവനെ, ഇർഹം മൻ സാല മുൽകുഹു, ആധിപത്യം നീങ്ങിപ്പോയവന് റഹ്മത്ത് ചെയ്യണേ. ആധിപത്യം നീങ്ങിപ്പോകാത്തവനെ, ആധിപത്യം നീങ്ങിപ്പോയവന് റഹ്മത്ത് ചെയ്യണേ. അതെ, ആധിപത്യം നീങ്ങിപ്പോകാത്ത ഒരേ ഒരു അധിപൻ അത് അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. മറ്റെല്ലാ അധിപന്മാരും അവരുടെ എല്ലാ ആധിപത്യവും നഷ്ടപ്പെടുന്ന ഒരു നാളുണ്ട്. മാലിക്കുൽ മുലൂക്കായ എല്ലാ രാജാക്കന്മാരുടെയും അധിപനായ റഹ്മാനായ റബ്ബ്, അവന്റെ ആധിപത്യം മാത്രമാണ് നീങ്ങിപ്പോകാതെ നിലനിൽക്കുക. അവിടെ നോക്കൂ നിങ്ങൾ, ഹാറൂൺ റഷീദ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദീനിയായ ഉത്ബോധനം ഉൾക്കൊണ്ട ഖലീഫയായിരുന്നു. അദ്ദേഹം തന്റെ മരണവേളയിൽ അദ്ദേഹത്തെ കുളിപ്പിച്ചു മറമാടുന്നതിനുള്ള കഫൻ കൊണ്ടുവരാൻ അദ്ദേഹം മരിക്കും മുമ്പേ ആവശ്യപ്പെടുകയാണ്. മരണത്തോടെ അദ്ദേഹം അടുക്കുകയാണ്. തന്റെ കഫൻ, തന്നെ പൊതിയാനുള്ള കഫൻ കാണിച്ചു തരാൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ആ കഫൻ കൊണ്ടുവന്നപ്പോ കഫൻ നോക്കിയിട്ട്
ഹാറൂൻ റഷീദ് പറഞ്ഞത് മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, ഭരണമെല്ലാം നഷ്ടമായി, സമ്പത്തൊന്നും ഫലപ്പെട്ടില്ല. ഇനി ആകെ ബാക്കിയുള്ളത് ഈ കഫനാണ്. നിർബന്ധമായും എന്നെ പൊതിയുന്ന ഈ കഫൻ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് തന്നെ പൊതിയാനിരിക്കുന്ന കഫൻ പുടവ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ അവസാന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, നമ്മുടെയൊക്കെ അവസ്ഥയതാണ്. നമ്മളങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമ്മുടെ ജോലിയും നമ്മുടെ ഏർപ്പാടും നമ്മുടെ സമ്പത്തും അതെങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന ചിന്തയിൽ മാത്രമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലൊരു ദിനം നമുക്കും വരാനുണ്ട് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ പൂർവികർ ആ ഒരു ചിന്തയോടുകൂടി ദുനിയാവിൽ സമ്പാദിക്കുമ്പോൾ തന്നെ ആ ഒരു ചിന്ത നിലനിർത്തിക്കൊണ്ട് ജീവിച്ചവരാണ്. അബൂ ശുറൈഹ് റഹിമഹുല്ല അദ്ദേഹം ഒരിക്കലൊരു യാത്ര പോവുകയാണ്. യാത്രക്കിടയിൽ വഴിയിൽ മുട്ടുകുത്തിയിരുന്ന് അദ്ദേഹം കരയുകയാണ്. പിന്നിലെ തന്റെ കാൽപ്പാടിലേക്ക്, താൻ പിന്നിട്ട തന്റെ കാൽപ്പാടിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കുകയാണ്. മരണം താനുമായുള്ള അകലം കുറഞ്ഞു വരുന്നതായി കണ്ട് അദ്ദേഹം കരയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും ഈ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും കൂടുതൽ മരണാനന്തര ജീവിതത്തിലേക്കുള്ള വിഭവം ഒരുക്കാൻ അവർ തയ്യാറെടുക്കുകയായിരുന്നു. ഈ മരണത്തെ ഈ രൂപത്തിൽ ഓർക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? നമ്മുടെ മരണദിനത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും അതോർത്തുകൊണ്ട് കരയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എത്ര അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാലും വിശുദ്ധ ഖുർആൻ പറഞ്ഞ വചനം ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടി അകന്നുകൊണ്ടിരിക്കുന്ന ആ മരണം അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അദ്ദുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന ആ റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടുമെന്നാണ്. അപ്പൊ ആ ഒരു ചിന്ത ഉള്ളവരാകണം നമ്മൾ. ആരാണ് ബുദ്ധിമാൻ എന്ന ചോദ്യം നമ്മളോട് ചോദിച്ചാൽ പല മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ പറയും ഇന്ന ആളാണ്, ഇന്ന കഴിവുള്ള ആളാണ് എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ സമർത്ഥിക്കും. എന്നാൽ ആ ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു മറുപടിയുണ്ട്. അക്സറുഹും ലിൽ മൗതി ദിക്റ, ഏറ്റവും കൂടുതൽ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവനാണ്. വ അഹ്സനുഹും ലഹു ഇസ്തിഅദാദ, അതിനുവേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവനാണ്. ഉലൈകൽ അഖിയാസ്, അവരാണ് ഏറ്റവും ബുദ്ധിമാനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമാന്മാരിൽ നാം ഉൾപ്പെടാൻ ശ്രമിക്കുക. മരണാനന്തര ജീവിതത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണചിന്ത നമ്മിലുണ്ടായിക്കഴിഞ്ഞാൽ 3 ഗുണങ്ങൾ നമ്മളിലുണ്ടാകും. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 3 ദോഷങ്ങളും നമ്മിലുണ്ടാകും. ഹിജറ 405 മരണപ്പെട്ട അബൂ അലി അദ്ദിഖാഖ് നൈസാബൂരി ഈ വിഷയം അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. മൻ അക്സറ മിൻ ദിക്രിൽ മൗത്ത് ഉക്രിമ ബിസലാസതി അഷ്യാഇ, ആരാണോ മരണചിന്ത വർദ്ധിപ്പിക്കുന്നതെങ്കിൽ 3 കാര്യങ്ങൾ അവനിൽ ഉണ്ടാകും. ഒന്ന് തഅജീലു തൗബ, തൗബ വേഗത്തിലാക്കും. ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയാൽ മനുഷ്യ സഹജമായി ചില തെറ്റുകൾ സംഭവിക്കാം. ഉടനെ തന്നെ അവൻ തൗബ ചെയ്തു മടങ്ങും. ഇന്നമ തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനെ തന്നെ റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങുകയും ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് ഒന്നാമത്തെ ഗുണം. അത് പിന്നിലേക്ക് മാറ്റി വെക്കുകയില്ല. രണ്ടാമത്തേത് ഖനാഅത്തുൽ ഖൽബ്, മനസ്സംതൃപ്തി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവനാണവൻ. വിശ്വാസിയുടെ ഗുണം ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഖദ് അഫ്ലഹ മൻ അസ്ലം വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ. ആരാണ് വിജയിച്ച മുസ്ലിം?
എത്രയാണോ തനിക്ക് നൽകപ്പെട്ടതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കാൻ കഴിയുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന് 5 ദിർഹം പോലും പ്രവാചകന്റെ കയ്യിൽ തികച്ചുണ്ടായിരുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പ്രവാചകൻ കിടന്ന് ഈത്തപ്പന മട്ടലിന്റെ അടയാളം പ്രവാചകന്റെ ശരീരത്തിൽ വീണപ്പോൾ അത് കണ്ട് സഹിക്കവയ്യാതെ ഞാൻ നിങ്ങൾക്കൊരു മെത്തയുണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ച ആ നിലക്ക് ജീവിച്ച വ്യക്തിത്വമായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളതുകൊണ്ട് തൃപ്തിയടഞ്ഞ് ജീവിക്കാൻ അവന് സാധിക്കും. ആർക്ക്? മരണചിന്തയുള്ളവൻ. മൂന്നാമത്തേത് നശാത്തുൽ ഇബാദ, ഇബാദത്തിന്റെ വിഷയത്തിൽ ഉന്മേഷം ഉണ്ടാകും. ഇബാദത്തിന് ഉന്മേഷം ഉണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ പ്രവാചകന് കൺകുളിർമ ലഭിച്ചിരുന്നത് നമസ്കാരത്തിലായിരുന്നു. ജുഇലതു ഖുറത്തു ഐനി ഫി സ്വലാഹ്, നമസ്കാരത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏറ്റവും അവസാനത്തെ നമസ്കാരം, നമ്മുടെ മരണത്തിന്റെ തൊട്ട് മുമ്പ് നമസ്കാരം. ആ നമസ്കാരം എങ്ങനെ നമ്മൾ നിർവഹിക്കുന്നുവോ എത്ര സൂക്ഷ്മതയോടുകൂടി. ഇനി എനിക്ക് നമസ്കരിക്കാൻ അവസരമില്ല, എന്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി നാം നിർവഹിക്കുന്ന നമസ്കാരത്തിലെ സൂക്ഷ്മത എത്രയായിരിക്കും, ആ രൂപത്തിൽ ഓരോ നമസ്കാരവും നിർവഹിക്കാനാണ് നമ്മളോട് പഠിപ്പിച്ചത്. അത് മരണചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ആ നിലക്കുള്ള ഒരു സൂക്ഷ്മത നമ്മിലേക്ക് വരിക. അതാണ് നശാത്തുൽ ഇബാദ എന്ന് പറഞ്ഞത്. ഈ 3 ഗുണങ്ങൾ മരണചിന്തയുള്ളവരിൽ ഉണ്ടാകും. മരണചിന്ത നഷ്ടപ്പെട്ടവരിൽ ഉണ്ടാവുക ഒന്നാമത് തസ്വീഫ് തൗബ, തൗബ മാറ്റിവെക്കും, പിന്തിപ്പിക്കും, അത് പിന്നാക്കാം, കുറച്ചും കൂടിയൊക്കെ തെറ്റ് ചെയ്യട്ടെ. വലൈസത്തി തൗബ എന്നാണ് വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നത്. തൗബയില്ല ലില്ലദീന യഅമലൂന സയ്യിആത്ത്, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തൗബയില്ല. ഹത്താ ഇദാ ഹദറ അഹദുഹുൽ മൗത്ത്, അങ്ങനെ മരണം സന്നിഹിതമാകുമ്പോൾ അവൻ പറയും ഇനി തുബ്തുല്ലാൻ, ഇനി രക്ഷയില്ല എന്ന് കാണുമ്പോൾ പറയും ഇപ്പൊ ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. അത്തരക്കാരുടെ തൗബ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ ഉണ്ടാകുന്ന തൗബ അത് സ്വീകാര്യമല്ല എന്നതാണ്. രണ്ടാമത്തേത് മനസ്സംതൃപ്തി ഉണ്ടാവില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവന് കഴിയില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർണത്തിന്റെ ഒരു താഴ്വര ഉണ്ടാൽ 2 ഉണ്ടാകാൻ ആഗ്രഹിക്കും. ആർത്തി എന്നത് അവനൊരിക്കലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല. മരണചിന്ത നഷ്ടപ്പെട്ടവന്. മൂന്നാമത്തേത് വത്തകാസുലു ഫിൽ ഇബാദ, ഇബാദത്തിൽ എപ്പോഴും ഒരു അലസത, മടിയായിരിക്കും. ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം ഒഴുകിപ്പോകും. ഇബാദത്തിൽ ഏകാഗ്രത അവനുണ്ടാവില്ല. നേരം വൈകി വരും, വന്നാൽ പോലും ജുമുഅക്ക് ഇരിപ്പുറക്കില്ല. നിസ്കാരം ഒന്ന് വേഗം തീർന്നിട്ട് വേണം, ഒന്ന് തീർന്ന് കിട്ടിയെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഇബാദത്തുകളിൽ മൊത്തം അലസതയും മടിയും പിടികൂടും. ഇത് മുനാഫിക്കിന്റെ ലക്ഷണമായിട്ട് ഖുർആൻ പഠിപ്പിച്ചതാണ്. വഇദാ ഖാമു ഇല സ്വലാഹ്, നിസ്കരിക്കാൻ നിന്നാൽ ഖാമു കുസാല, മടിയനായിട്ട് നിൽക്കുക, മടിയന്മാരായിട്ട് നിൽക്കുക. യുറാഊന അന്നാസ്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിസ്കരിക്കുന്നത്. വലാ യസ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, കുറച്ചു മാത്രമേ അള്ളാഹിനെ കുറിച്ച് നിസ്കാരത്തെ അവർ ഓർക്കുകയുള്ളൂ എന്നതാണ്. അതൊക്കെ ഈ ഒരു മരണചിന്ത നഷ്ടപ്പെടുമ്പോൾ മനുഷ്യനിൽ കടന്നു വരുന്ന ദോഷങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു ചിന്ത അധികരിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ റബ്ബ് പുറത്തു തന്നു മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യഥാർത്ഥ ഈമാനോട് കൂടി മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.